ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായാണ് ഈ മണിമുല്ല. വെള്ളം ഒഴിച്ചും വളമിട്ടും ഒക്കെ ഉണ്ടായാണ് ഈ ചെടി കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചെടി കൊണ്ട് നട്ടത്. ഇതിൻ്റെ പൂ കണ്ടുകൊണ്ട് ഞാൻ ഇത് കൊണ്ട് നട്ടതാണ് ഇതിൻ്റെ തൈ കേട്ടോ. 150 രൂപ കൊടുത്ത് ഒരു തൈ മേടിച്ച് ഞാൻ നട്ടതാണ്. എന്നാൽ ഈ ഒരു വർഷം ആയപ്പോഴേക്ക് ഡിസംബർ മാസം മാത്രമേ ഈ പൂവ് ഉണ്ടാകത്തുള്ളൂ. ഡിസംബറിലാണ് ഇത് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേന് ഇത് നിറയെ മുട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. ഡിസംബർ ഒരു 6, 7, 8 ആകുമ്പോഴത്തേന് നിറയെ പൂത്ത് നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ നോക്കിക്കാൻ നല്ല ഭംഗിയല്ല ഇത് കാണാൻ. ഇത് നിറയെ തേനീച്ചകൾ വന്ന് തേൻ കുടിക്കാൻ വന്ന് നിൽക്കുന്നുണ്ടോ. തേനീച്ചകളാണിത് നിറയെ. ഇത് ഈ പ്രദേശത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പോകുന്നവരൊക്കെ ഇതേ വന്ന് പിടിച്ച് ഒന്ന് മണപ്പിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. നല്ല മണം, ഇലഞ്ഞിപ്പൂവിൻ്റെ ഒരു മണമുണ്ട് ഇതിന്. അപ്പം ഈ തൈ ഇല്ലാത്തവരൊക്കെ നമ്മുടെ ചെടിക്കടയിൽ പോയി തൈ മേടിച്ച് നടണം കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈടിയൊക്കെ ഉണ്ടെങ്കിൽ ഈടിയുടെ സൈഡ് ഇതുപോലെ നട്ടാൽ മതി. നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും. ഡിസംബർ മാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ പൂ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ഭംഗിയോട് കൂടിയാണ് ഇത് നിൽക്കുന്നത്. ഏറ്റവും നല്ല പൂവാണ് മണിമുല്ല എന്ന് പറയുന്നത്. നമുക്കിത് നല്ല ഭംഗിയല്ലേ. എന്തോ മണമെന്നറിയാൻ പറ്റില്ല. നിറയെ ഇല കാണാത്ത രീതിയിലാണ് മുട്ടുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. എന്തോ മണമെന്നറിയാം അതിന്. സൂപ്പർ മണമാണ്.